മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾക്കതീതമായൊരു വിളി, സമാധാനത്തിനായുള്ളൊരു ദൈവിക അഭ്യർത്ഥന. ലോക നേതാക്കൾ അതീവ ജാഗ്രതയോടെ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ അന്തരീക്ഷം പോലുള്ള ശക്തമായ മുന്നറിയിപ്പുകളും അന്ത്യശാസനങ്ങളും നൽകപ്പെടുമ്പോൾ സമാധാനം എത്രത്തോളം ദുർബലമാണെന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നു. എങ്കിലും എല്ലാ മാനുഷിക ശബ്ദങ്ങൾക്കുമുപരിയായി ഉന്നതമായൊരു വിളിയുണ്ട്. ജീവൻ നിലനിർത്തുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജ്യങ്ങളും ഹൃദയങ്ങളും കോപത്തിനതീതമായി ഉയരേണ്ടതുണ്ട്. ക്ഷമിക്കാനോ അല്ലെങ്കിൽ അഹങ്കാരം വെടിയാനോ തയ്യാറാകണം. വിശുദ്ധ ബൈബിളിലെ യോനായുടെ പുസ്തകത്തിൽ ദൈവവചനം നമുക്ക് ശക്തമായൊരു ഉദാഹരണം നൽകുന്നു. നിനവയിലെ ജനങ്ങൾ മുന്നറിയിപ്പ് കേട്ടപ്പോൾ അവർ എതിർത്തുനിന്നില്ല. പകരം അവർ അനുതപിക്കുകയും ഉപവസിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തു. ദൈവം തന്റെ കരുണയാൽ ആ നാശത്തെ നീക്കിക്കളഞ്ഞു. ഇതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള പാത. ഉപവാസവും പ്രാർത്ഥനയും ബലഹീനതയല്ല, അവ സ്വർഗം നിശ്ചയിച്ച ആയുധങ്ങളാണ്. ദൈവം ഇന്നും പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം പ്രതികരിക്കുന്നു. ദൈവം ഇന്നും ഹൃദയങ്ങളെ മാറ്റുന്നു. വിഭജിക്കപ്പെട്ട രാഷ്ട്രങ്ങളല്ലാതെ മറിച്ച് ഒരേ മനുഷ്യകുടുംബമായി നമുക്ക് ഈ വിടവിൽ നിലകൊള്ളാം. യുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ ജീവനും ആരുടെയൊക്കെയോ മക്കളാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാറ്റിനുമുപരിയായി ദൈവത്തിന് അമൂല്യമായവരാണ്. ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളും സ്നേഹിക്കേണ്ടവരാണ്, സ്നേഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരാകാം ഇപ്പോൾ തന്നെ. ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ലഹളയ്ക്കു പകരം അനുതാപം, അഹങ്കാരത്തിന് പകരം പ്രാർത്ഥന, നാശത്തിനു പകരം സമാധാനം. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് പോലും, ഒരു ദിവസത്തെ ഉപവാസത്തിനു പോലും ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കാനും പലപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാനും സാധിക്കും. നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ സാധ്യമായ രീതിയിൽ ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഭക്ഷണ സമയത്ത് അല്പനേരം മാറ്റിവെച്ച് ആത്മാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് കൈകൾ ഉയർത്തി ഹൃദയം താഴ്ത്തി ഒന്നിച്ചു നിലവിളിക്കാം. കർത്താവേ, ഈ ലോകത്തോട് കരുണ കാണിക്കണമേ. ഹൃദയങ്ങളെ മാറ്റണമേ. അക്രമങ്ങൾ അവസാനിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടപ്രകാരം സമാധാനമുണ്ടാകണമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ തന്നെ.